2024 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇത്രയും ദിവസം ഞാൻ എവിടെയായിരുന്നു എന്നല്ലേ? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നടേ, പക്ഷേ വരയ്ക്കാനായിട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതാ കുറച്ച് ധൂപൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ. വേറൊന്നിനും അല്ല, കുറച്ച് മണം കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ വരയ്ക്കാനായിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇളകി വരും. പിന്നെ ഞാൻ നമ്മുടെ ടേബിളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടോ. കുറച്ച് ദിവസമായിട്ട് നന്നായി പൊടി പിടിച്ച് കിടക്കുകയാണ്. നല്ല പൊടിയാണ് ഇവിടെ. ഒരു ആർട്ട് സ്റ്റുഡിയോ തുടങ്ങുമ്പോൾ നമുക്ക് എന്തായാലും ഒരു AC വാങ്ങി വെക്കണം. അതാകുമ്പോൾ ഈ പൊടിയുടെ ഇഷ്യൂ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ASMR വീഡിയോസ് ഇല്ലേ, ഇങ്ങനെ ടക്ക് ടക്ക് ടക്കെന്ന് സൗണ്ട് കേൾക്കുന്ന വീഡിയോസ്, അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഫാനിൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നവും വരില്ല. ഈ വർഷം എന്തായാലും നമുക്കൊരു സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിലും ആവട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എന്നെ തന്നെയാണ്. ഒരു സെൽഫ് പോർട്രേറ്റ്, അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഫോട്ടോ. അത്യാവശ്യം ഞാനൊന്ന് വെയിറ്റ് കുറഞ്ഞിരുന്ന സമയത്ത് എടുത്തൊരു പിക്കാണ് കേട്ടോ ഇത്. ഞാൻ അന്നിത് എടുത്തത് തന്നെ ഇതുപോലൊരു പെയിൻറ്റിങ് ചെയ്യണം എന്ന് മനസ്സിൽ കരുതിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ലായിരിക്കും, പക്ഷേ ആണ്. എന്ന് നമ്മൾ ഓയിൽ പേസ്റ്റൽസ് വാങ്ങിച്ചോ അന്ന് തൊട്ട് എൻ്റെ പെൻസിലുകളെല്ലാം ഒരു മൂലയ്ക്ക് കയറിയതാണ്. സത്യമായിട്ടും ഈ സാധനം കയ്യിൽ കിട്ടിയാൽ പിന്നെ എനിക്ക് വേറെ ഒരു മീഡിയം യൂസ് ചെയ്യാൻ തോന്നാറില്ല. കാരണം എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് പറയണ്ടല്ലോ. ഓൾറെഡി ഞാൻ പല വീഡിയോയിലും പറഞ്ഞതാണ്, ഇത് നല്ല ബട്ടർ പോലെ സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും ഔട്ട്ലൈൻ ഇട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്തേക്കാം അല്ലേ? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മളൊരു ഗീവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം ആൾക്കാരൊന്നും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കണ്ട ആൾക്കാരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തത് ജ്യോതിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെയാണ്. ആളെനിക്ക് പുള്ളിക്കാരൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള കുഞ്ഞാവയുടെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത ദിവസം തന്നെ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്തായാലും നമ്മുടെ ഔട്ട്ലൈൻ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. 2 ദിവസമായിട്ട് ജനുവരി ആണെന്ന് പോലും ഓർക്കാണ്ട് ഈവനിങ് ആയിക്കഴിഞ്ഞാൽ നല്ല മഴയാണ്. ഇനിയിപ്പോൾ എന്തായാലും വരയ്ക്കലൊന്നും നടക്കില്ല. നമുക്കിങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചിരിക്കാം. ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെ വരയ്ക്കാനാ? അപ്പോൾ നമുക്കിനി നാളെ കളർ ചെയ്ത് തുടങ്ങാം. ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നലെ നമ്മൾ മഴ കാരണം ഔട്ട്ലൈൻ ഇട്ട് അങ്ങ് മാറ്റി വെച്ചു. ഇന്ന് നമുക്കിനിയിപ്പോൾ കളർ ചെയ്ത് തുടങ്ങണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല എക്സൈറ്റഡ് ആണ്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ എന്നെ തന്നെയല്ലേ വരയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഈ ഓയിൽ പേസ്റ്റിൽ വെച്ച് വരയ്ക്കുന്നതിൻ്റെ സന്തോഷം വേറെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കളർ ചെയ്ത് തുടങ്ങാം അല്ലേ? നമുക്ക് ഈ സെറ്റിനകത്ത് ഒരു 2-3 സ്കിൻ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിപ്പോൾ എന്തായാലും ചെയ്യാൻ പോകുന്നത് ഒരു യെല്ലോയിഷ് ടോണാണ് എൻ്റെ സ്കിന്നിന് ഞാൻ കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഈ പണ്ടത്തെ കാലത്തെ രാജാക്കന്മാരുടെ പെയിൻറ്റിങ്ങിനൊക്കെ കാണുന്ന ആ ഒരു കളർ ടോണില്ലേ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഈ വരയ്ക്കുന്നതിനേക്കാട്ടിൽ കഷ്ടപ്പാടാണ് നമുക്ക് ഈ വീഡിയോയ്ക്കുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കണ്ടുപിടിക്കൽ. കാരണം നമുക്ക് എല്ലാം ഒന്നും എടുത്ത് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് അടിക്കും. അത് കാരണം ഞാൻ നമ്മുടെ ഓഡിയോ ലൈബ്രറിയില്ലേ അവിടെ പോയിട്ട് ഇതുപോലൊരു ക്ലാസിക്കലായിട്ടുള്ള ഒരു ഐറ്റം എടുത്ത് ഇട്ടിട്ടുണ്ട്. നെറ്റ് വരെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കോൺഫിഡൻസ് ലെവൽ നല്ലപോലെ കൂടിയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഉദ്ദേശിച്ച പോലെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് സ്കിൻ ടോൺ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സമയം ഏകദേശം ഈവനിങ് ആകാറായി. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നല്ല മഴക്കാർ വെച്ച് കയറിയിട്ടുണ്ട്. പക്ഷെ പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മടുപ്പ് എനിക്ക് ഈ സംഭവം വെച്ച് ചെയ്തിട്ട് വരുന്നില്ല. അത് കാരണം എന്തോ എനിക്കത് നിർത്താൻ തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ഫേസ് എങ്കിലും ഫിനിഷ് ചെയ്യണം. കണ്ടെടുത്തോളം വെച്ച് ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ഈ പെയിൻറ്റിങ് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഓർണമെൻറ്റ്സും സാരിയൊക്കെ ചെയ്തു വരുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എന്നെ തന്നെ വരയ്ക്കുന്ന 3ാമത്തെ ദിവസമാണിന്ന്. ശരിക്കും പറഞ്ഞ ഈ ഒരു പെയിൻറ്റിങ് ഒറ്റ ദിവസത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും എന്നൊക്കെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ആ തോന്നൽ തെറ്റാണ്. നിങ്ങൾക്ക് കണ്ടാൽ ബോറടിക്കുമെന്ന് ഓർത്തിട്ട് ഞാനിതിൻ്റെ എല്ലാ ക്ലിപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ഏകദേശം സാരി വരെ എത്തിയിട്ടുണ്ട്. നല്ലൊരു റെഡ് കളർ സാരിയാണ് കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഇല്ലാത്ത കുറേ ഡിസൈൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് റോയൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഡിസൈൻസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കൂടി കൊടുക്കണം, എന്നാലേ നമ്മുടെ പെയിൻറ്റിങ്ങിനൊരു റോയൽ ലുക്ക് അങ്ങ് വരത്തുള്ളൂ. ഞാനിവിടെ ഒരു ബ്രൗണും യെല്ലോയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. കൈകൊണ്ട് തന്നെ കേട്ടോ ബ്ലെൻഡ് ചെയ്തത്. അതുകൊണ്ട് കൈ നല്ല കരി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പെയിൻറ്റിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ആർട്ടൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.